ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ IAS ജൂനിയർ കോഴ്സിനെ കുറിച്ചാണ്. അഥവാ സ്കൂൾ വിദ്യാർത്ഥികൾ 5ാം ക്ലാസ് മുതലൊക്കെ +2 വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ UPSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ IAS ആഗ്രഹം അത് സെറ്റ് ആക്കുന്ന രീതിയിലുള്ള അതിനെ അവർ സ്കൂൾ തലം മുതലേ പഠിച്ചു പോവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന IAS ജൂനിയർ കോഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം പല IAS നേടിയ ആളുകളും, ചില ആളുകൾക്ക് നമുക്കറിയാം 21ാം വയസ്സിലാണ് IAS നേടുന്ന ആളുകളുണ്ട്. അപ്പൊ അവരിൽ പല ആളുകളും അല്ലെങ്കിൽ IAS നേടിയിട്ടുള്ള പല ആളുകളുടെയും ഒരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവര് ചെറിയ ക്ലാസ്സുകൾ, എല്ലാവരും കണ്ടിട്ടോ, കൂടുതൽ ആളുകളും അല്ലെങ്കിൽ ഒരുപാട് പേര് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായ ഒരു ബേസിക് കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ അവർക്ക് കംപ്ലീറ്റ് അവരോട് പഠിച്ചു എന്നല്ല, അതിപ്പോ ഡിഗ്രി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അതിനാവശ്യമായ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ കിട്ടി, വ്യക്തമായ ഒരു ഗോൾ സെറ്റിംഗ് നടന്നതായിട്ട് പലപ്പോഴും കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ UPSC അല്ലെങ്കിൽ IAS, IFS, IPS തുടങ്ങിയൊക്കെ ലക്ഷ്യം കാണുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മളൊരു സ്കൂൾ സമയത്ത് ഒരു വിദ്യാർത്ഥി IAS ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആ ക്ലാസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇനിയിപ്പം ഈ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് IAS വേണ്ടി സ്വപ്നം വെക്കാം. ആ സ്വപ്നം ഉണ്ടാവുന്ന സമയത്ത് സ്കൂൾ സമയം മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിലൂടെ പറയുന്നത്. അതാണ് നമ്മുടെ ക്ലാസ്സിലൂടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ IAS ജൂനിയർ കോഴ്സിൽ കുറഞ്ഞ ആളുകൾക്കാണ് അതിലേക്ക് സീറ്റ് ഉള്ളത്. ഒരു വർഷത്തെ പ്രോഗ്രാം ആണ്. ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് നടക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട്, ഇന്ത്യയുടെ വേൾഡിന്റെ ഒക്കെ എന്ത് ചെയ്യാം, ഏത് ഭാഗത്തു നിന്നുകൊണ്ടും പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. നിങ്ങളുടെ സ്കൂൾ പഠനത്തെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെയിൻസ് ഇവിടെ കഴിഞ്ഞു, അതിനുശേഷമാണ് കൂടുതൽ ഇന്റൻസീവ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ജൂനിയർ കോഴ്സിലോട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളുടെ പഠനത്തെ പല രീതിയിലും സഹായിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ അത് ആർക്കെങ്കിലും അതിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യാം, ഉള്ള നമ്പറുമായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രധാനപ്പെട്ട അതിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഒരു UPSC ഫ്രീ മെറ്റീരിയൽ, ഫ്രീ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ IAS ജൂനിയർ കോഴ്സിൽ കൊടുക്കുന്നത് നോക്കാം. ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ സ്കൂൾ പഠനം മുതൽ IAS ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രക്ഷിതാവ് വിദ്യാർത്ഥിക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളും അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ IAS ജൂനിയർ കോഴ്സ് എന്നുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മെയിൻ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. അപ്പൊ അതില് ഒന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ബൈ IAS അല്ലെ. നിങ്ങളിപ്പോ IAS എന്ന് പറയുന്നപ്പോ നിങ്ങൾ ചൂസ് ചെയ്തത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ IAS എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ചിലപ്പോൾ എന്തുകൊണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും IAS ആളെ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ IAS ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കേട്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പത്രത്തിലോ TV-യിലോ ഒക്കെ അത്തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളും കണ്ട സമയത്ത് നിങ്ങൾക്കൊന്ന് താല്പര്യം തോന്നി IAS വന്നതോ. അപ്പൊ IAS എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ നമ്മളുടെ ഈ വൈ ഐ ആം ചൂസ് ദിസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സ് നടക്കുന്നത്. അതാണ് നമ്മൾ വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്, IAS ഗോൾ സെറ്റിംഗ്. അപ്പൊ നിങ്ങളിപ്പോ ചിലപ്പോൾ ഈ ലക്ഷ്യം വെച്ചത് പല കാരണങ്ങളുണ്ടാകും. നിങ്ങൾ രക്ഷിതാവ് പറഞ്ഞതുകൊണ്ടാവാം, ചില മറ്റുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാവാം. പക്ഷെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യവും നിങ്ങളുടെ സ്കൂൾ സമയത്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ലക്ഷ്യം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ സ്വപ്നം ചുമ്മാ കണ്ട സ്വപ്നമാണെങ്കിൽ അത് വ്യക്തമായ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വ്യക്തമായ മെത്തേഡിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ IAS എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് IAS എടുക്കണം, IAS നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, IAS നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്,
ഓക്കെ, നിങ്ങൾ IAS വേണ്ടി ഇപ്പൊ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കംപ്ലീറ്റ് IAS കുറിച്ചുള്ള UPSC എക്സാം, IAS, IPS, IFSC ഇതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യും. അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നല്ല, ഒരുപാട് സെഷൻസ്, 10ലധികം സെഷൻസ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ IAS എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് 2 പ്രോഗ്രാം നടക്കുന്നുണ്ടോ നമ്മുടെ IAS ജൂനിയർ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസ് ആണ്, രണ്ടാമതായിട്ട് ഇൻഡിവിജ്വൽ മെന്ററിംഗ് ആണ്. ഓക്കെ, അപ്പൊ ആ 2 പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ 2 പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യേണ്ടതും എന്ത് തന്നെയാണ്, IAS ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, UPSC എന്നുള്ള ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ ഒക്കെ ബേസിക്സ് ആണ്. ഇപ്പം നിങ്ങൾ UPSC എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളിപ്പം ജിയോഗ്രഫി ആവട്ടെ, ഇന്ത്യനെ കുറിച്ചാവട്ടെ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ഹിസ്റ്ററി ആവട്ടെ, പൊളിറ്റി ആവട്ടെ, എക്കോണമി ആവട്ടെ, ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഒട്ടും വളരെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യും. അപ്പൊ ഇത് കിട്ടുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ സ്കൂൾ പഠനത്തെ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. പലപ്പോഴും നമുക്കറിയാം UPSC പഠനത്തിൽ ന്യൂസ് പേപ്പർ റീഡിംഗ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഈ ഇന്റൻസീവ് പ്രിപ്പറേഷനിൽ കടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ മണിക്കൂറുകൾ ചെലവഴി. അപ്പൊ ഈ സമയം മുതൽ ന്യൂസ് പേപ്പർ റീഡിംഗ് ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങളുടെ പഠനത്തെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, ഈ കുട്ടികൾക്ക് വേണ്ടി ന്യൂസ് പേപ്പർ റീഡിംഗ്, പത്രവായന, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം നോട്ട് ചെയ്ത് മറ്റുള്ള മേഖലയിൽ നിന്ന് ന്യൂസ് പേപ്പർ റീഡിംഗ് മാത്രമല്ല, അത് TV വാച്ച് ചെയ്യുന്നതാവട്ടെ, ന്യൂസ് ഇംഗ്ലീഷ് ചാനൽസ്, മറ്റുള്ള റേഡിയോ ഒക്കെ വാച്ച് ചെയ്ത് കറണ്ട് അഫയേഴ്സ്, കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്ന ഒരു ടെൻഡൻസി, അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മൂന്നാമതായിട്ട് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റഡി സ്കില്ല്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യുക, അത് വ്യത്യസ്ത ക്ലാസ്സുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് നോവലുകളും ബുക്കുകളൊക്കെ നിങ്ങൾ അസൈൻമെന്റ് പോലെ വായിക്കാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാനുണ്ട്, ആൻസർ റൈറ്റിംഗ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കില്ല് എന്ത് ചെയ്യും, നിങ്ങളുടേത് ഡെവലപ്പ് ചെയ്യിക്കും. അത് സ്വാഭാവികം നമ്മുടെ പ്രിപ്പറേഷൻ ഭയങ്കര രീതിയിൽ എന്ത് ചെയ്യും, പിന്നീട് വരുന്ന പ്രിപ്പറേഷൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടിയാണ്, സ്വന്തക്കാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് GK ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം നമ്മളിപ്പം അത് ചില ജനറൽ ആയിട്ട് നടക്കുന്ന ജനറൽ അവയർനെസ്, ജനറൽ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി ജനറൽ നോളജ് ഡെവലപ്പ്, അത് വ്യത്യസ്ത മാർഗങ്ങൾ, വ്യത്യസ്ത മെറ്റീരിയൽ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില മെറ്റീരിയലുകൾ സ്പെസിഫിക് ആയിട്ടുള്ള ബുക്സുകൾ വാങ്ങേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ GK ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആറാമത്തെ. അത് വ്യത്യസ്ത മെത്തേഡുകൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ നമ്മൾ GK ഡെവലപ്മെന്റ് ഉണ്ടാവുക. അതിനൊക്കെ റിവിഷൻ ഉണ്ടാവും, ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും കേട്ടോ. ആറാമത്താണ് നിങ്ങളുടെ സ്കൂൾ പഠനത്തെ എന്ത് ചെയ്യുക, ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളിപ്പോ UPSC 6ാം ക്ലാസ് മുതലോ 10ാം ക്ലാസ് മുതലോ UPSC പഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സ്കൂൾ പഠനം വീക്കാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ പല ക്ലാസ്സുകളും സെഷൻസും എങ്ങനെ പഠനം ഈസി ആക്കാം, എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്മറി പവർ കൂട്ടാം, കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം, തുടങ്ങിയ റൈറ്റിംഗ് എങ്ങനെ ഈസി ആക്കാം, ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ബെറ്റർ ആക്കാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇംഗ്ലീഷ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങളുടെ സ്കൂൾ പഠനത്തെ കൂടി ഒന്ന് എന്ത് ചെയ്യാണ്, ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പ്രധാനമായിട്ടുള്ള ഈ 6 കാര്യങ്ങൾ, ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ജൂനിയർ IAS കോഴ്സ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു സ്കൂൾ പഠനം മുതൽ IAS വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങളും ഈ 6 കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ UPSCക്ക് വേണ്ടി, അല്ലെങ്കിൽ IAS വേണ്ടി സ്കൂൾ കാലഘട്ടത്തിൽ, അത് +1 +2 ആവട്ടെ, അതിന്റെ താഴേക്കുള്ള ഏത് ക്ലാസ് ആവട്ടെ, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് കൂടാതെ പിന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ടി ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ IAS ജൂനിയർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് മെന്ററിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഫ്രീ മെന്ററിംഗ് കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യാം, അതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഇത് കൂടാതെ IAS ജൂനിയർ കോഴ്സ് അല്ലാതെ നമ്മൾ നടക്കുന്ന പ്രോഗ്രാമാണ് PCM പ്രോഗ്രാം എന്ന് പറയും, പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം. അത് ഇന്റൻസീവ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. +2 ഡിഗ്രി PG ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം പ്രിലിംസ് കം മെയിൻസ് എന്ന് പറയുന്ന ഡെയിലി നടക്കുന്ന ക്ലാസ് നടക്കുന്ന പ്രോഗ്രാമാണ്. അതൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആൾ എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്പറുമായിട്ട്
ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രോഗ്രാം ഇൻഡിവിജ്വൽ മെന്ററിംഗ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കുണ്ട്. അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാണ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് പേർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്. അതിന്റെ ഭാഗമായിട്ട് 1-to-1 മെന്ററിംഗ് ഉണ്ട്, സ്ട്രാറ്റജി ഓറിയന്റഡ് മെന്ററിംഗ് ആണ്, വീക്കിലി 1-to-1 മെന്റർഷിപ്പ് അതിന്റെ ഭാഗമായിട്ടുണ്ടാവും, ആൻസർ റൈറ്റിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ഉണ്ട്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടെ ആയിട്ടുള്ള നിങ്ങളുടെ പഠനം UPSC ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും പഠിക്കുന്നത് വ്യക്തമായ ട്രാക്കിലൂടെയാണോ എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ് എന്ന് പറയും. അപ്പൊ അത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ IAS ജൂനിയർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾക്കോ ഏത് ആഗ്രഹിക്കുന്ന ആളുകളും ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ്, തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും